ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. ജിയോ സ്റ്റാറിൽ ഈ അടുത്തായിട്ട് പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ വെബ് സീരീസാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. നീരജ് മാധവ്, അജു വർഗീസ്, ഗൗരി കിഷൻ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. വിഷ്ണു രാഘവ് ആണ് ഡയറക്ഷൻ. 3 മണിക്കൂറാണ് സീരീസിൻ്റെ ദൈർഘ്യം വരുന്നത്. 6 എപ്പിസോഡ്സ്, ഹാഫ് ആൻ അവർ വെച്ചിട്ട് ഇങ്ങനെയാണ് സീരീസിൻ്റെ ഒരു ലെങ്ത്ത്. 3 മണിക്കൂർ എന്ന് ഞാൻ പറയുമ്പോൾ ഒരു തരത്തിലും എന്നെ ബോറടിപ്പിച്ചായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എസ്പെഷ്യലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചവർക്ക് പ്രത്യേകിച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ലവ്, അതുപോലെ വീട് പണി, പിന്നെ അതേപോലെ പരദൂഷണം, പിന്നെ അതേപോലെ ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ, പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതെല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സീരീസാണിത്. വളരെയധികം എൻഗേജിങ് ആയിരുന്നു. എല്ലാവരുടെ പെർഫോമൻസും മികച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എസ്പെഷ്യലി നീരജ് മാധവ് ആയാലും അജു വർഗീസ് ആയാലും ഗൗരി കിഷൻ, പിന്നെ ഗൗരി കിഷൻ്റെ അച്ഛൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, ആളുടെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു, നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ അജു വർഗീസിൻ്റെ അമ്മയുടെ ക്യാരക്ടർ, ഇതൊക്കെ വളരെയധികം മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിൽ നല്ല രീതിയിൽ തന്നെ എൻഗേജിങ് ആയിരുന്നു. ഒരു ജോലി നിന്നും റിസൈനായിട്ട് നാട്ടിൽ വരുന്ന ഒരു യുവാവും, റിസൈനായിട്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞു വിട്ടിട്ട് ജോലി പോയി നാട്ടിലെത്തുന്ന യുവാവ് അഭിമുഖീകരിക്കുന്ന കുറേ പ്രശ്നങ്ങൾ, ആൾക്ക് ജോലി ഉണ്ടാകുന്ന സമയത്ത് ഒരു വീട് പണി ആരംഭിക്കുകയും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ അടുത്തടുത്ത വീടുകൾ തമ്മിലുള്ള നടക്കുന്ന പരദൂഷണം പരിപാടികൾ അതും ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ലവ് വലിയൊരു ഘടകം തന്നെയാണ്. ഒരു ലവ് റൊമാൻറ്റിക് സംഭവങ്ങളുണ്ട്. അതുപോലെ അജു വർഗീസിൻ്റെ ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ഒരു നീരജ് മാധവൻ്റെ ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ, കസിൻ ബ്രദറിൻ്റെ ഒരു ക്യാരക്ടറായിരുന്നു. നല്ല രീതിയിൽ തന്നെ അദ്ദേഹവും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അജു വർഗീസൊക്കെ റീസെൻ്റ്ലി ചെയ്ത കോമഡി വേഷങ്ങളിൽ എനിക്ക് പേഴ്സണലി ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് തന്നെ പറയാൻ പറ്റും. അത്ര നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒട്ടും എവിടെയും ഒരു ഓവറായിട്ടോ ഒരു ഭയങ്കരമായിട്ടുള്ള കോമഡി എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ബട്ട് ഇറ്റ് വാസ് ഡീസൻറ്റ്, സൂപ്പർ, കണ്ടിരിക്കാൻ പറ്റുന്ന, ഒരിക്കലും ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന സീരീസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഞാൻ 6 എപ്പിസോഡ്സും കണ്ടു ഒരു തരത്തിലും. കാരണം ഓരോ എപ്പിസോഡ്സ് കഴിയുമ്പോഴും നമുക്കത് അടുത്തതിലോട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളത് പോകും. അതിൻ്റെ ബാക്കി എന്തെന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഈ സീരീസിന് സാധിച്ചിട്ടുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും നല്ലൊരു അറ്റംപ്റ്റ് തന്നെയാണ്, നല്ലൊരു വെബ് സീരീസാണ്. എന്തായാലും നല്ലൊരു ക്ലൈമാക്സും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഭയങ്കര വലിയ സ്റ്റോറി കാര്യങ്ങളൊന്നും പറയുന്നില്ല, പ്രെഡിക്റ്റബിൾ തന്നെയാണ്. ബട്ട് മേക്കിംഗ് വൈസ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്കൊരു ഫീൽ ഗുഡ്, ഒരു എൻ്റർടൈനർ ഒരു ജോണറിലൊക്കെ പെടുത്താവുന്ന ഒരു സീരീസാണ്. എന്തായാലും എല്ലാവരും കാണുക, നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന, ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്താത്തൊരു സീരീസ് തന്നെയായിരിക്കും ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ.